ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാത്തു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ്. എല്ലാവരും എന്നെ കണ്ടപ്പോൾ പാട്ട് പാടിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. എനിക്കിഷ്ടമുള്ള 2 ആക്ടേഴ്സാണ് മലയാളം മൂവിയിൽ, രാജുഅങ്കിളും പിന്നെ ലാലേട്ടനും. കമലഹാസനങ്ങളുടെ കൂടെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളിവിടെ ഹീറോയിനായിട്ട് ഫസ്റ്റ് മൂവി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കിട്ടുമോയെന്നറിയില്ല, പക്ഷെ കിട്ടിയ സന്തോഷം. അപ്പോൾ എപ്പോഴും എല്ലാവരും പറയും മമ്മൂക്ക അങ്ങനെ ഒത്തിരി വർത്താനൊന്നും പറയില്ല എന്നൊക്കെ പറയും. ഫിലിമിലോട്ട് വന്നത് എനിക്കൊരു കസിൻ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് അഖിൽ എസ് കിരൺ എന്നാണ്. ചേട്ടൻ്റെ അനിയൻ ക്യാമറാമാനാണ്. ചേട്ടൻ്റെ പേര് നിഖിലസ് പ്രവീൺ എന്നാണ്. അപ്പോൾ ചേട്ടന്മാർ നേരത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എനിക്കിന്ന് 2.5 വയസ്സേ ഉള്ളൂ. അപ്പം അതിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. 2.5 വയസ്സിലാണ് ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ആൽബം മാത്രമേ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് 1/2 ആണ്. പക്ഷെ 1/2 ഇറങ്ങിയപ്പോൾ കുറച്ച് ഫിലിം 2.5 മണിക്കൂറിൽ കൂടുതലായതുകൊണ്ട് എൻ്റെ ആ ഷോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതിന് ശേഷം ചെയ്തത് ആനമേലൊട്ടകം എന്ന് പറഞ്ഞിട്ട് മൂവിയാണ്. അതും പുറത്തിറങ്ങിയിട്ട് ഞങ്ങളൊക്കെ പോയി കണ്ടു, എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തത് 1000 എന്ന് പറഞ്ഞിട്ട് ഭരത് എന്ന് പറഞ്ഞിട്ട് തമിഴ് ആക്ടർ ചെയ്ത ഒരു മൂവിയാണ്. പക്ഷെ മലയാളം മൂവിയായിരുന്നു. അമർ അക്ബറിലെ പാത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ. പക്ഷേ അത് ഇത്രയും ഒരു ഫേമസ് ആവുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല. അതിൽ വലിയ സന്തോഷമുണ്ട്. അമർ അക്ബർ ആൻ്റണിയിലേക്ക് വന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ആനമയിലൊട്ടകം എന്ന് പറഞ്ഞ മൂവി. അതിൽ അമർ അക്ബറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിഷ്ണു ചേട്ടൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷ്ണു ചേട്ടനെ നേരത്തെ അറിയാം. അങ്ങനെ കമ്മിറ്റ് ചെയ്ത് വിഷ്ണു ചേട്ടൻ വിളിച്ചിട്ട് നാദിശാങ്കിളിനോട് പറഞ്ഞു അങ്ങനെ വന്നതാണ്. അപ്പോൾ ഓഡീഷന് വന്നപ്പോൾ നാദിശാങ്കിൾ എന്നോട് കുറേ ഷോർട്സൊക്കെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത് കാണിച്ചു. അങ്കിളിന് ഇഷ്ടപ്പെട്ട് പിന്നെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു നേരത്തെ ഫിലിം ചെയ്തുകൊണ്ട്. അമർ അക്ബർ ഇറങ്ങുമ്പോൾ ഇത്രയും ഹിറ്റാവുമെന്ന് ആരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ ഹിറ്റായപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം സ്റ്റാർ രാജുഅങ്കിളാണ്. അപ്പോൾ അങ്കിളിനോട് ചെയ്യാൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിഷ്ണു ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, വിളിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ചെന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേലും രാജ്യങ്ങളുടെ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് എല്ലാവരും ചോദിക്കും പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ പേടിയൊന്നുമില്ലായിരുന്നു. നേരത്തെ ഫിലിംസൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ലായിരുന്നു. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു സെറ്റിൽ. ലാലേട്ടൻ്റെ മൂവിയിൽ അതും കൺഫേം ഞങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷെ അത് കൺഫേം ആയിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞു. എറണാകുളത്ത് ലാലേട്ടൻ്റെ ഹോട്ടലിലായിരുന്നു ഇത് പോയത്. അപ്പോൾ അവിടെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് നടക്കുമായിരുന്നു. അപ്പോൾ ലാലേട്ടനും അക്ഷരയും കൂടെ ഉള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൽ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയദർശൻ അങ്കിളെ വിളിച്ചു. ചെന്ന് കണ്ടപ്പോൾ അങ്കിൾ എന്നോട് ചോദിച്ചു നമുക്കൊരു പടം ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഞാൻ വരാൻ പിന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫിലിം കൺഫേം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു ലാലേട്ടനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയദർശൻ അങ്കിൾ പറഞ്ഞു നെക്സ്റ്റ് റൂമിലുണ്ട്, ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ എന്നെ പ്രിയദർശൻ അങ്കിൾ പറഞ്ഞിരുന്നു ഞാൻ ഫിലിം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനെ കണ്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഫിലിം ഞാൻ പോയി കാണാം എന്നൊക്കെ പറഞ്ഞു.
പോത്തി സിൽക്സിൻ്റെ ചെന്നൈയിലുള്ള ആട് ഞാനാണ് ചെയ്തത്. അത് ഇവിടുന്ന് കേരളയിൽ നിന്ന് ഞാൻ മാത്രമല്ലായിരുന്നു, ബാക്കി എല്ലാവരും വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നായിരുന്നു, ഞാൻ മാത്രമല്ലായിരുന്നു കേരളയിൽ നിന്ന്. അപ്പോൾ കമലാസനങ്ങളുടെ കൂടെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം വളരെ സന്തോഷം അങ്ങളുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ. തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ തമിഴിൽ ഒരു മൂവി ഞാൻ ചെയ്യുന്നുണ്ട്, കാൺപത് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി. അതിൽ ഹീറോയിനായിട്ട് ചെയ്യുന്നത് അഞ്ജലി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അങ്ങാടിത്തെരുവ് എങ്കിലും എപ്പോഴും അതിലൊക്കെ ചെയ്ത അഞ്ജലി എന്ന് പറഞ്ഞ ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ തമിഴിൽ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല. അന്ന് പോത്തി സിൽക്സിൻ്റെ ആട് മാത്രമേ ചെയ്തിട്ടുള്ളൂ തമിഴിൽ. അപ്പോൾ കാൺപത് പോയി എന്ന് പറഞ്ഞിട്ട് മൂവി തുടങ്ങുമ്പോൾ അതിറങ്ങി ഹിറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് മമ്മൂക്കയുടെ വർക്ക് പിന്നെ ഒരു മമ്മൂക്കയുടെ വർക്ക് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ കമ്മിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ മമ്മൂക്കനെ ഫസ്റ്റ് കണ്ടു. മമ്മൂക്ക ഇറങ്ങി വന്നിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും എല്ലാവരും പറയും മമ്മൂക്ക അങ്ങനെ ഒത്തിരി വർത്താനമൊന്നും പറയില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. രാജമംഗലിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ആരും പറഞ്ഞു അങ്ങനെ ഒത്തിരി വർത്താനമൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ടുപേരുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എന്നോട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. എല്ലാവരുടെ അടുത്തും വർത്താനം പറഞ്ഞു. അവിടെ വെളി നിൽക്കുന്നവരാണെങ്കിലും അവരോടൊക്കെ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. എല്ലാവരുടെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുത്തു. മമ്മൂക്ക ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പം എന്തിനാ അവിടെ വന്നേന്ന് വെച്ചോ, ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ട് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറേ വർത്താനം പറഞ്ഞു. അപ്പോൾ മമ്മൂക്കനെ കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. ഇനി ജയരാമംഗലിനെ ഇതുവരെ കണ്ടിട്ടില്ല. അങ്കിളിനെ എനിക്കിഷ്ടമാണ്. ജയരാമംഗലിനെയാണ് എൻ്റെ മാമന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ. മാമന് ജയരാമംഗലിനാണ് ഇഷ്ടം. അപ്പം മാമൻ പറഞ്ഞു ജയരാമേട്ടൻ്റെ കൂടെ ഒരു വർക്ക് കിട്ടിയാൽ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഒക്കെ പറഞ്ഞു. പക്ഷേ ജയരാമംഗലിനെ ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്. ദിലീപേട്ടനെ നേരത്തെ 2 കൺട്രീസിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ മമത ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്യാനാണ് പോയത്. അപ്പോൾ അത് കറക്റ്റായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. അല്ല, ഞാൻ മമത ചേച്ചിയുടെ ഷേപ്പായിട്ട് കറക്റ്റായില്ല, അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ദിലീപേട്ടനെ അന്നാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കാണുന്നത് അവിടെ അന്ന് പോയപ്പോഴാണ്. അപ്പോൾ ദിലീപ് വന്നിട്ട് ചോദിച്ചു നീ അന്ന് വന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അങ്കിളിനെ കണ്ടപ്പോഴേ മനസ്സിലായി. അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നീ അല്ലേ നാദിഷ് അങ്കിളിൻ്റെ മൂവിയിൽ പാട്ട് പാടിയതെന്ന് ചോദിച്ചാൽ. അപ്പോൾ എല്ലാവർക്കും പാട്ടാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പാട്ട് പാടിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. ആരും ഫിലിം കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ എല്ലാവരും എൻ്റെ പാട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു പാട്ടൊക്കെ നന്നായിരുന്നു, ലിപ് മൂവ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് ചെയ്തു, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു ഷോയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് വിളിച്ചു. അമർ അക്ബറിനെ തന്നെ 75th ഡേയിൽ ദുബായിൽ ഇങ്ങനൊരു ഇതിന് വിളിച്ചു. അതിനു മുമ്പ് അറിയാമായിരുന്നെങ്കിൽ അത്ര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്ലെയിനിലൊക്കെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ കുറേ ഫ്രണ്ട്സായി. എനിക്ക് മൂവി തുടങ്ങുമ്പോൾ പാട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ അപ്പോൾ അറിയില്ലായിരുന്നു ശ്രേയായിരുന്നു പാടിയെന്ന്. അപ്പം ഞാൻ ആവശ്യങ്ങളുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ആരാ പാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശ്രേയെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അമർ അക്ബറിൻ്റെ സെറ്റിൽ തന്നെ എപ്പോഴും ശ്രേയ വന്നപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സായി. പക്ഷെ ദുബായിൽ അന്ന് പോയിട്ട് 75th ഡേയുടെ സെലിബ്രേഷന് പോയിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. ബാക്കി എല്ലാ ഷോട്ട്സും ഒറ്റ ടേക്കിൽ ഇങ്ങനെ എടുത്തിട്ട് പോയി. പക്ഷേ ലാസ്റ്റ് ഷോട്ട് വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു അത് ഒറിജിനൽ കാനയാണ്, അതിൽ കൊണ്ടിടും, അപ്പോൾ കൈ എങ്ങാനും സ്ലിപ്പായി പോയി അതിലേക്ക് വീഴും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ ശരിക്കും പേടിച്ചു. അപ്പം ഷോട്ട് തുടങ്ങി ഇങ്ങനെ എല്ലാം ബോഡിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതിൻ്റെ രാജ്യങ്ങളുടെയൊക്കെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ സ്ലിപ്പായിപ്പോയി. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഒറിജിനൽ കാന അല്ലാന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന്
ആ ഷോട്ട് എടുത്തപ്പോൾ കരഞ്ഞു. അപ്പം നാദിഷാങ്കിൾ പറഞ്ഞു കുഴപ്പമില്ല പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാജാങ്കിൾ കാനയുടെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തന്നു. കുഴപ്പമില്ല, തെർമോക്കോളാണ്, ഉള്ളിൽ പോയാലൊന്നും പറ്റില്ല, വെള്ളം ഉണ്ടെങ്കിലും അത് ഒത്തിരി ആഴത്തിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ കരച്ചു നിർത്തി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാദിഷാങ്കിൾ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നാളെ ഷോട്ട് എടുക്കാം, നാളെ എല്ലാം കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നാദിഷാങ്കിൾ പിന്നെ അത് ആ ടേക്കാണ് റീടേക്ക് പോയത്, ലാസ്റ്റ് ഷോട്ട്. ഇനി ചെയ്യാനുള്ള മൂവീസ് ഭയം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ മൂവി ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഹൊറർ മൂവിയാണ്. 1/2 ഞാൻ ഹൊററായിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതേ വന്നിട്ടില്ല 1/2. പക്ഷേ ഇതിൻ്റെ ഫിലിമിൽ വരാൻ പോകുന്ന ആദ്യത്തെ ഹൊറർ മൂവിയാണ് ഭയം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കോലമിഠായി ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്, കോലമിഠായി എന്ന് പറഞ്ഞിട്ടൊരു മൂവി. പിന്നെ തമിഴ് കാൺപത് പോയി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നു. പിന്നെ തെലുങ്ക് ചെയ്യുന്നുണ്ട്, മറാത്തി, അങ്ങനെ. പിന്നെ ജയറാമേട്ടൻ്റെ കൂടെയുള്ള ഒരു മൂവി ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓലഞ്ഞാലിക്കുരുവി എന്ന് 1983 ഓലഞ്ഞാലിക്കുരുവി എന്നുള്ള പാട്ട് പാടിയ അതിൽ ആക്ട് ചെയ്ത് എന്നെ ഇന്നോ ഞാൻ എൻ്റെ പോലെ തന്നെ അതിൽ ആക്ട് ചെയ്ത നന്ദന എന്ന് പറഞ്ഞിട്ട് ചേച്ചി. പിന്നെ അനിഖ, ഭാസ്കർ ദിരാസ്കലിൽ മമ്മൂക്കയുടെ മോളായിട്ട് ചെയ്ത അനിഖ. എൻ്റെ ഏജിലല്ലാതെ അക്ഷര കിഷോർ. പിന്നെ കുംഭസാരത്തിൽ ചെയ്ത ആകാശ്. അങ്ങനെ കുറേ പേരുണ്ട്. ഒറിജിനൽ പേര് അനുനയ അനൂപ് എന്നാണ്. പക്ഷെ അതാർക്കും അറിയില്ല. പക്ഷെ മീനാക്ഷിന്ന് കുറച്ചുകൂടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും ഇറങ്ങിയിട്ട് പാത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടേ ചോദിക്കും. അപ്പം എല്ലാവരും ചോദിക്കും, ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് ചോദിക്കും ശരിക്കും ഒറിജിനൽ പേരെന്താന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാൻ പറയുന്നത് മീനാക്ഷി. എല്ലാവരും പാത്തു. പക്ഷെ ഞങ്ങൾ പാത്തുന്നേ വിളിക്കുമെന്ന് എന്നോട് പറയും. എല്ലാവരും പാത്തു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഫിലിം കണ്ടേ പിന്നെ ആർക്കും ഒറിജിനൽ പേരങ്ങനെ അറിയില്ല. ഇൻ്റർവ്യൂസിലൊക്കെ ചെന്ന് ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ പോയാൽ തന്നെ എന്നെ ടീച്ചർമാരും പാത്തു എന്നാണ് വിളിക്കുന്നത്. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു